ഇന്ന് നമുക്ക് നാടൻ വഴുതനങ്ങ വെച്ചിട്ട് ഒരു മെഴുക്കുവരട്ടി ഉണ്ടാക്കിയെടുക്കാം. വഴുതനങ്ങ ഉടഞ്ഞു പോവാതെ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു 6 വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് പാൻ വെച്ചിട്ട് 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് കടുകിട്ട് പൊട്ടിയതിന് ശേഷം ഒരു സവാള അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ സവാള ഒന്നിങ്ങനെ വഴന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുത്തുമുളകാണ് ഇട്ട് കൊടുക്കേണ്ടത്. മുളക് പൊടി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. കുത്തുമുളക് തന്നെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇതിലേക്ക് വേറെ ഞാൻ പച്ചമുളകൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. ഇതിലേക്ക് പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊക്കെ ഒന്ന് മൂത്ത് മണം വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഒരു പിടി വേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. അതും കൂടെ ഇട്ട് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് വഴുതനങ്ങ ചേർത്ത് കൊടുക്കണം. വഴുതനങ്ങ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഉപ്പ് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്കിത് മൂടി വെക്കാം. ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. മൂടി വെച്ചിട്ട് അതിൽ വരുന്ന ആ ഒരു നനവുണ്ടല്ലോ അത് മതിയിട്ടാൽ നമുക്ക് ഇത് വേവാനായിട്ട്. അപ്പോൾ ഇതേപോലെ 2-3 മിനിറ്റ് ഒന്ന് മൂടി വെച്ചാൽ മതി. സിം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് ഇതിങ്ങനെ വാടി വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് തുറന്ന് വെച്ചിട്ട് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് തന്നെ തിരിച്ച് വെച്ചിട്ട് അതിലത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്നും കൂടി ഒന്ന് വാടി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഉടഞ്ഞു പോവാതെ നല്ല അടിപൊളി മെഴുക്ക് പുരട്ടി നമുക്ക് കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റാണ്. ലഞ്ച് ബോക്സിലൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കുന്നുണ്ടാവും. പക്ഷേ അറിയാത്തവർക്കായിട്ട് പറയുകയാണ്. വളരെ ടേസ്റ്റാണ്. പലരും പല വിധത്തിലല്ലേ ഉണ്ടാക്കുക. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.